ഹായ് ഗൈസ്, അപ്പോൾ വിഷു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രൂറോയിലോട്ടാണ്. ഹാലിഫാക്സിൽ പോയി സാധനങ്ങൾ മേടിക്കുക എന്നുള്ള ഞങ്ങളൊരു പ്ലാന് തൽക്കാലം ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളിപ്പോൾ ട്രൂറോയിലേക്കാണ് പോണത്. കാരണം രണ്ടുപേർക്കും ഓഫുള്ള ദിവസം വിഷുവിൻ്റെ മുന്നേ ഇനിയില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടായിരുന്നു. അവിടെ മസാല ദോശ കിട്ടും എന്നുള്ളൊരു കേട്ടറിവ് വെച്ചിട്ട് പോയതാണ്. കുറേ കാലമായി എന്തെങ്കിലും നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ അവിടെ പോയി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത്ര ഒരു അടിപൊളി ആയിരുന്നില്ല, ഒരു ആവറേജ് ആയിരുന്നു. ദോശ, സാമ്പാർ, ചട്നി, പിന്നെ മസാല ചായ, ഇതായിരുന്നു ഞാൻ കഴിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ തുറന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ തപ്പിയത് ഒരു കൃഷ്ണ വിഗ്രഹം കിട്ടുമെന്നായിരുന്നു. പക്ഷേ വിഗ്രഹം ഉണ്ടായിരുന്നില്ല, പകരം ഒരു കൃഷ്ണൻ്റെ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം കിട്ടി. പിന്നെ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എനിക്ക് എല്ലാം കുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ചൊന്നുമില്ല 2 ഐറ്റം ഞാൻ റെഡി ടു ഈറ്റ് എടുത്തായിരുന്നു. ഞാൻ മിക്കവാറും ഇങ്ങനെ കിട്ടുന്ന തേങ്ങയാണ് വാങ്ങിക്കാറ്. അതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, ജസ്റ്റ് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അത് വാങ്ങിച്ചു. ഓൺ ദ വേ ഗ്യാസ് സ്റ്റേഷനിൽ കയറി. ഇനി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടത് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വാൾമാർട്ടിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വാൾമാർട്ടിൽ പോയി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണണേ. ബൈ.